അനസിക്കയുടെ കാര്യം ഒരു ഉദ്ഘാടനം എനിക്ക് പുള്ളി നേരത്തെ അറിയണ ഒരാളാണ്. അങ്ങനെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടുകാരനാണ്, ചെറുപ്പത്തിലോട്ട് അറിയാം. പക്ഷേ അങ്ങനെ ഭീകര ബന്ധങ്ങളും പരിപാടികളൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ അറിയാമെന്നല്ലാതെ ഭീകര ബന്ധങ്ങളും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ അവർ വേറെന്തോ ഒരു പ്രശ്നമാണ് അതിൽ എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടേക്കാണ്. മേ ബി കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേ ബി ആയിരിക്കാം. ഞങ്ങൾ കുറേ പേര് ശ്വേതാജിയുടെ പേര് പറയുന്നുണ്ട്, വിനയ് ഫോർട്ടിന്റെ പേര് പറയുന്നുണ്ട്, എല്ലാവരും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അന്ന്. എൻ്റെ പേര് കൂടുതൽ പറയും, കാര്യം ഞാൻ പെരുമ്പാവൂരാണല്ലോ, എന്നാലും കുറച്ചുകൂടി അത് കോൺട്രവേഴ്സി ആവുള്ളൂ. എന്ത് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ തമ്മിൽ നാട്ടുകാരെന്നുള്ള രീതിയിൽ പണ്ട് മുതലേ പരിചയമുള്ള ആളുകളാണോ? പിന്നെ പെരുമ്പാവൂരുള്ള എല്ലാ ആളുകളെയും ഷിയാസ് കെവിനും അറിയാം, എന്നെ അറിയാം, സ്വാഭാവികമാണ്. ഇപ്പൊ നിങ്ങളുടെ വീട് എവിടെയാണ്? പത്തനാപുരത്തുള്ള ഓൾമോസ്റ്റ് ആളുകളൊക്കെ നിങ്ങൾക്ക് പറയാൻ പാടില്ല, കാര്യം നിങ്ങൾ മീഡിയയിലുള്ള ആളുകൾ തന്നെയാണ്. അനസിക മീഡിയ പേഴ്സൺ ഒന്നും അല്ലെങ്കിൽ പോലും എന്നെ അനസിക്കാക്ക് അറിയാം, ബിക്കോസ് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നുകൊണ്ട്. പിന്നെ ഞാൻ പെരുമ്പാവൂരല്ലേ, ഞാൻ നല്ലൊരു ഫാമിലി തന്നെയാണല്ലോ. ഞാൻ പെരുമ്പാവൂർ ഫുട്ബോൾ കളിച്ച് വളർന്ന ഒരു പയ്യനാണ് ഞാൻ. എനിക്ക് അവിടെ പെരുമ്പാവൂരിൽ എറണാകുളത്തുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളെയും, ഈ പറഞ്ഞ ഗുണ്ട കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളെയും എനിക്കറിയാം. കാര്യം ഞാൻ ചെറുപ്പം തൊട്ടേ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. സെവൻസ് ഫുട്ബോൾ എൻ്റെ വരുമാനം സെവൻസ് ആയിരുന്നു. സെവൻസ് കളിക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരുപാട് ഉള്ള സുഹൃത്തുക്കളും, ഇവരൊക്കെ ഗുണ്ടകളാണെന്ന് എനിക്കറിയില്ല, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവരെല്ലാം നമ്മുടെ നമ്മൾ എന്താ പറയുക, നമ്മളോട് എന്താണെന്ന് നോക്കിയാലും അവരെന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആവും, ഞാൻ യൂസ് ചെയ്തല്ല ഞാൻ അതാവും അല്ലേ? അപ്പോൾ ഡ്രഗ് അടിക്കുന്ന ആളടുത്ത് ഞാൻ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ലേ? ഇപ്പോൾ എനിക്ക് ജിമ്മുണ്ട്, വേറെ ആള് ബിവറേജ് ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക്, അയാൾ 2 കഴിക്കുന്നു എനിക്ക് എന്ന് വെച്ച് അയാളടുത്ത് ഞാൻ മിണ്ടാൻ പാടില്ല, അയാളെ കാണുമ്പോൾ ഞാൻ മുഖം തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ന്യായമില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഓരോ രീതികളാണ് ഓരോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മിണ്ടാം. ഞാൻ എന്നോട് സംസാരിക്കുന്ന എല്ലാവരോടും ഞാൻ സംസാരിക്കും. അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അതാണ് ഇമ്പോർട്ടന്റ്. ഞാൻ എല്ലാവരോടും എന്നോട് എന്താണ്, എന്നോട് ബാഡാണെങ്കിൽ ഞാൻ ബാഡാണ്, എന്നോട് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണ്. ഇതന്നെയാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അതെല്ലാം നമ്മളെല്ലാവരും സ്കൂളിലും നമ്മുടെ മാതാപിതാക്കളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന ആളുകളോട് മോശമായിട്ട് തന്നെ പെരുമാറണം. എന്നെ പഠിപ്പിച്ച അങ്ങനെയാണ്. ചിലവർ ചിലപ്പോൾ മോശമായിട്ട് പെരുമാറുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തർ. പക്ഷെ എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല. ഞാൻ ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകുന്ന ഒരാളല്ല, ഈ കാരണം കാണിച്ചു കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചു അത്രേ ഉള്ളൂ. ഞാൻ അടികൊണ്ട് വീട്ടിൽ പോകാറൊന്നുമില്ല. അപ്പോൾ ഇതിനും പറഞ്ഞാൽ തിരിച്ചെന്തിനും പറയാം. പിന്നെ ഇതിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, നാളെ പോയിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾ പോയിട്ട് അടുത്ത ഇന്റർവ്യൂ കൊടുക്കും, ഇങ്ങനെ വലിയ വലിയ ഇഷ്യൂ പോവാണ്. ഞാനതുകൊണ്ട് നിർത്തി ഈ പരിപാടി. ഇഷ്യൂ പറഞ്ഞ് നിർത്തിയപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് നമുക്ക് ക്ലോസ് ചെയ്യാം, വേറെ ടോപ്പിക്കിലേക്ക് പോകാം. അല്ല, ഈ ഔറംഗസേബ് എന്ന് പറയുന്ന ആളെ അപ്പൊ ഷിയാസിക്കായ്ക്ക് പരിചയമുണ്ടോ? അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ആലോചിച്ചു എന്തിനാ എന്റെ പേര് വലിച്ചെന്ന്. അതെ, പരിചയമുള്ള ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാണ്, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഇങ്ങനെ നടക്കണമെന്ന് ദൈവം എഴുതി വെച്ചാണ്, നടന്നു കഴിഞ്ഞു. കല്ല് പെട്ടെന്നൊരു ദിവസം ഇതേപോലെ ഉറക്കം എണ്ണിക്കുമ്പോൾ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി, സ്വർണ്ണക്കടത്ത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞെട്ടിയോ? ഞാൻ എയർപോർട്ടിൽ വളരെ മാന്യമായിട്ട് പോയി വരുന്ന ഒരാളാണ്. അതെ, അപ്പൊ എന്നെയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഞാൻ എൻ്റെ പൊന്ന് നൂറ, ഞാൻ സ്വർണ്ണം ഉപയോഗിക്കാമല്ലോ. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് ഒരു സ്വർണ്ണമില്ല. നമ്മുടെ അവസ്ഥ നമുക്കറിയുള്ളൂ, മറ്റുള്ളവർക്ക് എന്തുകൊണ്ടും പറയാലോ. പിന്നെ മീഡിയക്കാരൻ ഞാൻ ഒരുപാട് നല്ല വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിച്ച ഒരാളാണ്. എൻ്റെ പേരിൽ മറ്റേ കേസ് വന്ന സമയത്ത് ഞാൻ വെല്ലുവിളിച്ചാണ്. അപ്പം അതിൻ്റെ ചുരുക്കം അവർക്ക് ഉണ്ടാവും എന്നോട്, ഡെഫിനറ്റ്ലി. ആ ജീവിതകാലം മൊത്തം ഉണ്ടാവും. അത് ഞാൻ ഏറ്റുവാങ്ങുന്നതേ ഉള്ളൂ. ഞാൻ മാപ്പ് പറഞ്ഞിട്ട് പോലും അവർക്ക് വീണ്ടും ഞാൻ കല്ലുവല്ലാണ്, അവരെന്തുകൊണ്ടും ചെയ്തോട്ടെ. എനിക്കിതും അവരെന്നെ എൻ്റെ ശരീരത്തിൽ ഇടിക്കാനൊന്നും പറ്റില്ലല്ലോ. ബാക്കിൽ നിന്ന് ചിലപ്പോൾ 2 ഇടിച്ചിട്ട് പോകാൻ പറ്റും, ഫ്രണ്ടിൽ ഒന്നും ഇടിച്ചിട്ട് പോകാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അതിലിപ്പോ നടന്നിരിക്കണേ. എന്റെ പേര് ചുമ്മാ വിളിച്ചിട്ടാണല്ലേ, അല്ലാതെ ഞാൻ ഉദ്ഘാടനത്ത് പോയി എന്റെ പേരാ ഫസ്റ്റ് വന്നത്. അതിന് മുമ്പ് അതിന്റെ ബാക്കിയുള്ള എല്ലാവരുടെ പേര് വന്നത്. കല്ലി ഞാനിത് ഫേസ് ചെയ്യണം, ഫേസ് ചെയ്തിട്ട് ഇരിക്കും ജീവിതകാലം മൊത്തം.